ഹലോ ഗായ്സ്, അമ്മൂടിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മാങ്ങ അച്ചാറിടാനാണ്. പക്ഷേ ഞാനെല്ലാം ഉണ്ടാക്കണം, അമ്മമ്മയാണ് ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കുറച്ചൊക്കെ പണികളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ എണ്ണയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതെന്ത് പേസ്റ്റ് പോലെ ഏതോ വെളിച്ചെണ്ണയിൽ കടുക് ഇട്ടു. കടുക് ഇട്ടിട്ടുണ്ട്. മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ അച്ചാർ പൊടിയും പിന്നെന്താ വെച്ചാൽ അച്ചാർ പൊടി നമ്മളുണ്ടാക്കിയത്. അച്ചാർ പൊടി നമ്മളുണ്ടാക്കിയത് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇതൊക്കെ നമ്മൾ അരച്ച് മിക്സിയിലിട്ട് പതുക്കൊന്ന് കറക്കി ഇട്ടു. മാങ്ങ അതേ കഴുകി വാരി വെച്ചു. ഇനി എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുന്നു. ഇത് ഈ ഒരു വെള്ളം ശർക്കര ഇടും. മാങ്ങയ്ക്ക് പുളി കുറയാൻ വേണ്ടിയിട്ടാണ് ഒരു വെള്ളം ശർക്കര നമ്മൾ മാങ്ങയ്ക്ക് പുളി കുറയാൻ വേണ്ടിയിട്ടാണ്. ഒരു രണ്ട് തരം മാങ്ങ, പഴുത്ത മാങ്ങയുണ്ട്, പച്ചമാങ്ങ. തൊണ്ടോടുകൂടി ചെറുതാക്കി നുറുക്കുക. തൊണ്ടോടുകൂടി ചെറുതാക്കി നുറുക്കിയിട്ട് ആ മാങ്ങയാണ് ഞങ്ങളോട് വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ ഉള്ളി പച്ചമുളക് ആ കടുക് ഇട്ടതിൻ്റെ എണ്ണയിൽ നമ്മൾ ഈ പേസ്റ്റ് ഇടാം. നല്ലോണം ഇളക്കണം. ഇത് മുരിഞ്ഞ് കഴിയുമ്പോൾ മുളക് പൊടി ഇടും. മുളക് പൊടി അല്ല, അച്ചാർ പൊടി ഇടും. ഇതല്ല അച്ചാർ പൊടി ഇടും. ഇത് പൊടി. ഇതൊരു ആദ്യത്തെ പരീക്ഷണമാണ് ഗൈസ്. ഒരു നല്ല പരിപാടി. മാങ്ങ ആദ്യമായിട്ട് പുതിയ സാമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ്. അത് നിങ്ങളെല്ലാവരും നോക്കിക്കോളൂ. ഭംഗിയായിട്ട് ഇത് മൊരിഞ്ഞ് കഴിഞ്ഞാലാണ് നമ്മൾ മാങ്ങ ഒഴിക്കിടുന്നത്. മുളക് പൊടി ഒഴിക്കിടും, വിനാഗിരി ഒഴിക്കും. അത് ഓരോന്നായിട്ട് കാണിച്ചു തരാം. കണ്ടോ, നല്ല ശരി. എനിക്ക് ഇങ്ങനെ ഇളക്കാൻ ഇഷ്ടം. സ്പൂൺ വെച്ച് ചെയ്യുമ്പോണ്ടല്ലോ ഇളക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ചെയ്യുന്നു. നല്ലോണം വാടണം. ഇത്തിരി അരവ് കൂടിയ കാരണം വാടിയില്ല, അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. അധികമൊന്നും വേണ്ട. പച്ചമുളക്, ഇഞ്ചി, വേപ്പിൻ്റെ ഇല എല്ലാം കൂടി മിക്സിയിലിട്ടൊന്ന് കറക്കാം. അത് പേസ്റ്റാണ് കേട്ടോ പറഞ്ഞത്. അതിപ്പോൾ ഇട്ടു. അതിപ്പോൾ കുറച്ച് പേർക്കൊക്കെ അറിയാം. അങ്ങനെ മാങ്ങ ഉണ്ടാക്കി നോക്കൂ, നല്ല രസമായിട്ടിരിക്കും. മാങ്ങയൊക്കെ ഉണ്ടാക്കി നമ്മൾ ഒരു ചോറിനൊക്കെ ഒരു ടച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാങ്ങയൊക്കെ ഇടുന്നത്. കുറേ നേരം ഇറക്കണം. കുറേ നേരം പിടിക്കും ഇല്ലേ? കുറച്ച് നേരം പിടിക്കും. അത് മിക്സിയിലിട്ട് കറക്കിയ കാരണം കൊണ്ട് കുറച്ച് നേരം പിടിക്കും മൊരിയാൻ. അതല്ലെങ്കിൽ വേഗം ആയില്ല. പച്ചമുളക്, സവാള, ഇഞ്ചി സവാള വേണ്ട, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഇളക്കണം കേട്ടോ. ഇച്ചിരി വേപ്പില ഇടണം. വേപ്പിൻ്റെ ഇല ഇടണം. ഇച്ചിരി വേപ്പിൻ്റെ ഇല ഇടണം. ഇത് നോക്കൂ, കണ്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കും.
ശർക്കര ഇടാണ്. ശർക്കര ഇടണം. മാങ്ങ പുളി കുറയാൻ വേണ്ടിയിട്ടാണ് ശർക്കര. ഈ മാങ്ങയിൽ പച്ചമാങ്ങ ഉണ്ട്, അതായത് പുളി കുറയും, നല്ല പുളിയാണ്. ശർക്കര ഇടും. ശർക്കര ഇതല്ലിയും വേറെ മായങ്ങളൊന്നും ഞങ്ങൾ ചേർക്കണില്ല. കൈക്കൽത്തുള്ളി പിടിക്കണം. ഞാൻ വെറുതെ ഇരിക്കണം, അത് ഒക്കെ ഇതാവണ്ട. അപ്പോൾ അതുകൊണ്ട് ശർക്കര ഉടച്ച് ചേർക്കണം. അല്ലെങ്കിൽ ഒരു മാങ്ങ ഇട്ട് കഴിക്കണം. പഴുത്ത മാങ്ങയ്ക്ക് നല്ല മധുരമുണ്ട്, പച്ച മാങ്ങയ്ക്ക് എന്തൊരു പുളിയാവും. അതിലൊക്കെ എന്തിട്ടിട്ടു? ഇതിൽ നമ്മുടെ അച്ചാർ പൊടി, പിന്നെ ഉലുവ, കായം, മുളക് പൊടി, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി. മുളക് പൊടി, അച്ചാർ പൊടി, കായം, ഉലുവ ഇത് നല്ല കൂട്ടാണ് ഇതിൽ ചേർത്താണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഇടും. മൊരിഞ്ഞ് വന്നുണ്ട്. അപ്പോൾ നമുക്കിത് കുറച്ച് ഇതിലേക്ക് ഇടാം. കൂടുതലായാൽ പറ്റില്ല, കുറച്ച് ദിവസം നമ്മൾ ഇട്ട് നോക്കണം. ആ വിനാഗിരിയോ അങ്ങനെ അതൊക്കെ വിനാഗിരി എടുക്കാൻ വേണ്ടി വിനാഗിരി ഒഴിക്കിപ്പോയി. വിനാഗിരി കിട്ടിയിട്ടുണ്ട്. വിനാഗിരി കുറച്ച് ഒഴിക്കാണ്. തിളച്ച് പോകുന്നുണ്ട്, തിളച്ചിട്ടുണ്ട്. ഇച്ചിരി ഉപ്പ് ഇടണം, കല്ലുപ്പ് ഇട്ടാൽ. ഉപ്പ് ഇപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു ഉപ്പ് ഇട്ടാൽ മതി. ഇപ്പം കുറേ പേർക്ക് ഉപ്പ് ആവശ്യമുണ്ടാവില്ല. മാങ്ങ ഇടാണ്. ഭയങ്കരമായിട്ട് കുത്തുണ്ട്. കുപ്പി ഫുള്ള് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഈ അച്ചാർ പൊടിയോ ഇങ്ങിടോ? അച്ചാർ പൊടി ഇങ്ങിടോ? ഇത് ഇളക്കി നമ്മൾ അച്ചാർ പൊടി ഇടുന്നു. നല്ല ചൊറുക്കയുടെ മണം വന്നിട്ട് നല്ല മണമുണ്ട്. മാങ്ങ വേവണ്ട,
ഗൈസ് നമ്മളുടെ അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കി അച്ചാർ. അച്ചാർ പൊടി കൊട്ടിക്കോ ഗൈസ് അച്ചാർപ്പൊടി ഫുള്ള് ഇടാണ് ഗൈസ്. അച്ചാർപ്പൊടി ഫുള്ള് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലോണം ഇളക്കാം. നല്ലോണം കുത്തുണ്ട് മുളകിൻ്റെ വിനാഗിരി ഒഴിച്ചിട്ടോ. നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. ബാക്കിയൊന്നും അച്ചാർ പൊടിയാണ് നമ്മൾ ഇടുന്നത്. ഫുള്ള് ഇടാൻ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ബാക്കിയൊന്നും അച്ചാർ പൊടി കുറച്ച് ഇട്ടിട്ടുണ്ട്. ഇനി നല്ലോണം ഇളക്കി മിക്സ് ആക്കി ഇതേപോലെ കിട്ടുന്നുണ്ട് അച്ചാർ. അച്ചാറിന്റെ പണി കഴിഞ്ഞു. ചൂടാണ്. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം, വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അച്ചാറാണ്. ഇതിനിപ്പോ ഇതേപോലത്തെ ഇതിപ്പോ ചായപ്പൊടി ഇട്ട ടിന്നാണ്. ഇതേപോലത്തെ ടിന്നുകളിൽ നമ്മൾ ആക്കി വെക്കുക. നമുക്ക് പിന്നെ ചോറ് തിന്നുമ്പൊക്കെ നമുക്ക് തിന്നാൻ പറ്റും അച്ചാർ. അപ്പോൾ നമ്മുടെ ഈ അച്ചാർ വീഡിയോ ഈ സംഭവം തൊട്ടോക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഇന്നിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നാളെ എടുത്താൽ മതിയില്ലേ? ഇന്ന് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ അച്ചാർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ടാറ്റാ.